ഹായ് എവരിവൺ, വിസ്മയങ്ങളുടെ ലോകത്തേക്കുള്ള അത്ഭുതകരമായ യാത്രയിലേക്ക് ഹാർദമായ സ്വാഗതം. അതിരാവിലെ തന്നെ വീടിനടുത്തുള്ള ട്രാം സ്റ്റേഷനിൽ നിന്ന് ആൽപ്പുകളുടെ രാജകുമാരി എന്നറിയപ്പെടുന്ന സാസ്ഫയിലേക്കുള്ള യാത്ര ആരംഭിച്ചു. ബാസൽ പട്ടണത്തിൽ ഇറങ്ങി ഇനി ട്രെയിനിലാണ് യാത്ര. കാലാവസ്ഥ അത്ര നന്നല്ല, മഴ പ്രവചിച്ചിട്ടുണ്ട്. 2.5 മണിക്കൂറുള്ള ട്രെയിൻ യാത്രയിൽ കഴിക്കാൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കാപ്പിയും സാൻഡ്വിച്ചും വാങ്ങി. രാവിലെ തന്നെ ആയതുകൊണ്ട് സ്റ്റേഷനിൽ നല്ല തിരക്കുണ്ട്. ഞങ്ങൾ പോകേണ്ട സ്ഥലത്തേക്കുള്ള ട്രെയിൻ 10ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ കിടപ്പുണ്ട്. ഡബിൾ ഡെക്കറാണ്, ഇഷ്ടംപോലെ ഇരിപ്പിടങ്ങൾ. സ്വിസിലെ ട്രെയിൻ യാത്ര സുഖകരവും നയനമനോഹരവുമാണ്. കൃഷിയിടങ്ങൾ, കൊച്ചു കൊച്ചു ഗ്രാമങ്ങൾ, പുൽമേടുകൾ, തടാകങ്ങൾ, ഇവയ്ക്കിടയിലൂടെ ഓടുന്ന തീവണ്ടി യാത്ര ഒരു അനുഭവമാണ്. കൃത്യതയ്ക്ക് പേരുകേട്ട സ്വിസ് റെയിൽവേ കൃത്യസമയത്ത് തന്നെ ഞങ്ങൾ ഇറങ്ങേണ്ട സ്റ്റേഷനിൽ എത്തിച്ചു. ഇനി 50 മിനിറ്റ് ബസ്സിൽ യാത്ര ചെയ്യണം. ചുരം കയറിയുള്ള ബസ് യാത്ര ചേതോഹരം. മഴമേഘങ്ങളും മൂടൽമഞ്ഞും പ്രകൃതി ദൃശ്യങ്ങളെ ഞങ്ങളിൽ നിന്ന് മറച്ചു പിടിച്ചു. എന്നാലും മലമുകളിലൂടെ വളഞ്ഞു പുളഞ്ഞുള്ള ബസ് യാത്ര ആനന്ദകരം. സൂര്യപ്രകാശം ഉണ്ടായിരുന്നെങ്കിൽ കാഴ്ചകൾ നന്നായി ചിത്രീകരിക്കാമായിരുന്നു. ബസിന്റെ അവസാന സ്റ്റോപ്പാണ് സാസ്ഫെ. സ്വിറ്റ്സർലൻഡിലെ വാലീസ് കന്റോണിൽ സ്ഥിതി ചെയ്യുന്ന ഈ ചെറിയ ഗ്രാമം ആൽപ്പുകളുടെ ഹൃദയത്തിലെ ഒരു സ്വർഗഭൂമിയാണ്. ഹിമപാതങ്ങളും പർവ്വത ശൃംഖലകളും കൊണ്ട് ചുറ്റപ്പെട്ടതാണ് ഈ ഗ്രാമം. ഇവിടുത്തെ ശാന്തമായ അന്തരീക്ഷം, കാർ ഫ്രീ നയം, ഇയർ റൗണ്ട് സ്കീയിങ്, ആകർഷകമായ ഹൈക്കിംഗ് ട്രെയിലുകൾ എന്നിവ സാസ്ഫെയെ അന്താരാഷ്ട്ര വിനോദസഞ്ചാരികളുടെ പ്രിയ സ്ഥലമാക്കി മാറ്റിയിട്ടുണ്ട്. 13 പർവ്വതങ്ങളാൽ ചുറ്റപ്പെട്ട ഈ പ്രദേശത്തെ പേൾ ഓഫ് ദി ആൽപ്സ് എന്നാണ് വിശേഷിപ്പിക്കുന്നത്. 4000 മീറ്ററിന് മേലെ ഉയരത്തിൽ നിലകൊള്ളുന്ന ഡോം ഉൾപ്പെടെ നിരവധി ഐസ് ക്യാപ്പുള്ള പർവ്വതങ്ങൾ ഇവിടെ കാണാം. വർഷം മുഴുവനും മഞ്ഞുള്ളതുകൊണ്ട് ശൈത്യകാല വിനോദങ്ങൾ, സ്കീയിങ്, സ്നോബോർഡിംഗ് തുടങ്ങിയവ വർഷം മുഴുവൻ ഇവിടെ ആസ്വദിക്കാം. സാസ്ഫെ ഒരു സ്ഥലം മാത്രമല്ല, അതൊരനുഭവമാണ്. ശാന്തത, സാഹസികത, പ്രകൃതി, സംസ്കാരം എന്നിവയെല്ലാം ഒരുമിച്ച് അനുഭവിക്കുവാൻ നിങ്ങളെ ക്ഷണിക്കുന്ന ഒരു ആൽപ്പ് ഗ്രാമമാണ് സാസ്ഫെ. പർവ്വതങ്ങളിലെ മുത്തെന്നറിയപ്പെടുന്ന ഈ ഗ്രാമത്തിൻ്റെ സൗന്ദര്യവും സമാധാനവും ഒരിക്കൽ അനുഭവിച്ചാൽ അത് ജീവിതകാലം മുഴുവൻ ഓർമ്മയിൽ നിലനിൽക്കും. മറ്റൊരു പുത്തൻ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും സ്വിസ് സഞ്ചാരിയുടെ ഗുഡ് ബൈ.